അവിഹിതമായ ആനന്ദങ്ങളുള്ള മനുഷ്യർ വളരെ ഒളിച്ചും പതുങ്ങിയും ചതിച്ചും ഒക്കെ വേണമായിരുന്നു ആ ആനന്ദങ്ങൾ കണ്ടെത്താൻ. അതിൽ നീറ് ദഹിച്ചു പോയ ഒരുപാട് കാമുകന്മാരുണ്ട്. എനിക്ക് അവരോട് ആലോചിക്കുമ്പം കുറ്റബോധവും ഉണ്ട്, അവരോട് വലിയ സഹതാപവും ഉണ്ട്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവരോടൊപ്പം ജീവിച്ച സ്ത്രീ കണ്ടറിഞ്ഞ, അനുഭവിച്ചറിഞ്ഞ സ്വാതന്ത്ര്യത്തിൻ്റെ വില അവരറിഞ്ഞില്ല എന്നുള്ളതാണ്. ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഒരാളെ സ്നേഹിക്കാവൂ, ഒറ്റ ഒരാളെ മാത്രം. ഒരു പുരുഷനെ സ്നേഹിക്കുക, അയാളെ മാത്രം സ്നേഹിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾ കുറഞ്ഞത് 3 പേരെങ്കിലും പ്രേമിച്ചിട്ടേ പിന്നെ ഒരു വിവാഹത്തെ പറ്റി ചിന്തിക്കാവൂ. നിനക്കതൊക്കെ എങ്ങനെയാ സാധിക്കും? കഷായമൊക്കെ കൊടുക്കേണ്ടി വന്നാൽ പോലും സ്ത്രീക്ക് ഒരു ബന്ധത്തിൽ നിന്ന് ഇറങ്ങിപ്പോകാനുള്ളൊരു സ്വാതന്ത്ര്യം ഇല്ലാതായാൽ ചിലപ്പോൾ അവൾ കുറ്റവാളിയായി തീരും. ആ കുറ്റകൃത്യത്തിലേക്ക് അവളെ നയിക്കാതിരിക്കുക എന്നുള്ളത് ഈ പറഞ്ഞ എല്ലാം തികഞ്ഞ കാമുകന്റെ കടമയും കർത്തവ്യവുമാണ്. പ്രണയത്തിന് സത്യത്തിൽ ഒരു ലൈസൻസ് ഒക്കെ വേണ്ടതാണ്. അതായത് ഇത്ര വർഷം പ്രണയിക്കുമ്പോൾ അതൊന്ന് പുതുക്കിയെടുക്കാനുള്ള എന്തെങ്കിലും മാർഗം വേണ്ടതാണ്. ധാരാളം മുദ്രപത്രങ്ങൾ വേണ്ടിവരും. നമുക്ക് ഡോക്യുമെന്ററി തയ്യാറാകണ്ടേ? ദാമ്പത്യത്തിനും വേണ്ടതാണെന്നാണ് എൻ്റെ അഭിപ്രായം. ഈ രജിസ്റ്റർ മാരേജ് ഒക്കെ ചെയ്യുമ്പോൾ ഒരു 5 വർഷത്തേക്ക് ഞങ്ങൾ ഒന്നിച്ച് ജീവിക്കാൻ ഒരു കരാർ എഴുതി ഒപ്പിടുന്നു. ഒരു ചോദ്യത്തിനും കൂടെ ഇപ്പൊ പ്രണയത്തെ പറ്റി പറഞ്ഞപ്പം ചേച്ചിയുടെ പുസ്തകങ്ങളിൽ പുരുഷന്മാരൊക്കെ വില്ലന്മാരും അതുപോലെ ക്രൂരന്മാരുമാണ്. അപ്പം നമ്മൾ പ്രണയത്തെ പറ്റി ഇപ്പോൾ പറയുമ്പോൾ കാമുകന്മാർ മാറണമെന്ന് പറഞ്ഞു. പക്ഷെ നമ്മൾ ഇപ്പം അടുത്ത് കാണുമ്പോൾ ഗ്രീഷ്മയെ പോലത്തെ കാമുകിമാരും ഉണ്ട്. അപ്പോൾ ചേച്ചി ഈ ബുക്സ് പറയുന്ന ഈ സംഭവം ഉണ്ട്, അതായത് ഈ പുരുഷന്മാരെല്ലാം അത് ഞാൻ പറയാൻ കാരണം എന്ന് വെച്ചാൽ കഴിഞ്ഞ തവണത്തെ ക്വസ്റ്റ്യനിൽ ചേച്ചിയോട് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചപ്പം ചേച്ചി അതിന് പറഞ്ഞൊരു ആൻസർ എന്താണെന്ന് വെച്ചാൽ ഞാൻ കണ്ട പുരുഷന്മാരെല്ലാം ക്രൂരന്മാരായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു അതെ ക്രൂരന്മാരായിരുന്നു എന്നുള്ളതാണ് കഴിഞ്ഞ KLF-ൽ ചേച്ചി മറുപടി ആയിട്ട് തന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സാധനം ഈ ചേച്ചിയുടെ ബുക്കുകളിൽ ഇങ്ങനെ ആവർത്തിച്ച് വരുമ്പോൾ ഇപ്പോൾ ക്ലിയർ ആവുന്നില്ല. ഹലോ നേരത്തെ പറഞ്ഞതുപോലെ അവരൊക്കെ വളർന്നത് തന്നെ ചേച്ചിയുടെ പുസ്തകത്തിലൂടെയാണ് വളർന്നത് എന്നുള്ളത്. അപ്പോൾ ഇതിലൂടെ പുറത്ത് വരുന്നൊരു ഒരു സംഭവം എന്ന് വെച്ചാൽ എല്ലാ കാമുകന്മാരും ക്രൂരന്മാരാണെന്നുള്ള സാധനം വരുന്നത്. അപ്പോൾ അതിനെ ചേച്ചി എങ്ങനെയാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്? എല്ലാ സ്ത്രീകളും നല്ലവരാണെങ്കിൽ എല്ലാ കാമുകന്മാരും ക്രൂരന്മാരാണ്, എല്ലാ കാമുകന്മാരും നല്ലവരാണെങ്കിൽ എല്ലാ സ്ത്രീകളും ക്രൂരകളാണെന്ന് പറയാൻ പറ്റുമോ നമുക്ക്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നമുക്ക് നാളത്തെ സെഷനിൽ വാ, നമുക്ക് ഇതിന് മറുപടി പറയാം. എല്ലാരും വിളിച്ചു.